മന്ന വീഡിയോയുടെ നൊയമ്പ് കാല രസായം റെഡി. മന്ന വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. 50 നൊയമ്പ് ആരംഭിച്ചല്ലോ. ഈ നൊയമ്പിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ചോറ് കഴിക്കണമെന്നൊന്നുമില്ല. അതിന് പകരം നല്ലൊരു നൊയമ്പ് രസായം അതെങ്ങനെയാണെന്നോ ഈ 2 ഗ്ലാസ്സിനകത്താണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് ചിയാസീഡ്, സോക്ക് ചെയ്ത ചിയാസീഡ് ഇതിനകത്തുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇത്രയും കാര്യങ്ങൾ 1 കപ്പ് പാല് വെച്ച് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരണം. എന്തൊക്കെയാണ്? 1 കപ്പ് ഇതെന്താ തണ്ണിമത്തൻ, പിന്നെ 2 പീസ് വേവിച്ച സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ്, ഇത്രയും ക്യാരറ്റ്. ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ തൊലി മാത്രം പൊളിച്ച് കളയണം. എല്ലാത്തിൻ്റെയും തൊലിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ക്യാരറ്റ് തൊലി ചെത്തി കളയരുത്. അതുപോലെ തന്നെ ക്യാരറ്റ് പച്ചയായിട്ട് തിന്നുന്നത് നല്ല നമ്മൾ സാലഡിലൊക്കെ ഇടുന്നതല്ലേ. അതുകൊണ്ട് ഇത് 3ഉം കൂടെ ഈ പാല് ചേർത്ത് അടിച്ചുകൊണ്ട് വരണം. പിന്നീട് ചേർക്കാനുള്ളത് ഡേറ്റ്സ്, അതുപോലെ തന്നെ മാതളനാരകം, കുറച്ച് കടിക്കാൻ വേണ്ടി ശകലം തണ്ണിമത്തൻ, പിന്നീട് ഈ നട്ട്സ്, കിസ്മിസ്, ഈ നട്ട്സ് എല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. അതിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. രസായം മിക്സ് ചെയ്യാം. ഇത് കണ്ടല്ലോ, ചിയാസീഡ്, സോഫ്റ്റ് ചിയാസീഡ്. ഇതിലോട്ട് കുറച്ച് ഡേറ്റ്സ് ഇടാം, ഡേറ്റ്സ് മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നീട് മാതളനാരങ്ങയുടെ കൂട്ട്, കുറച്ച് കടിക്കാനും മാത്രം നമ്മുടെ തണ്ണിമത്തനും കൂടെ ഇടാം. പിന്നെ ഞാൻ ക്രഷ് ചെയ്തുകൊണ്ട് വന്ന നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സ് മുഴുവനും ഇതിനകത്തോട്ട് ഇടാം. പിസ്താഷ്യൂ, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, അതെല്ലാം പൊടിച്ചതാണ്. ഇതെല്ലാം ഭയങ്കര ഹെൽത്തിയാണ്. പിന്നീട് പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ പൊളിച്ച് അതുപോലെ ഇടാം. അതല്ലെങ്കിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു സ്പൂണ് ഒഴിക്കാം. ഇതെല്ലാം ഒരുപാട് ഹെൽത്തി ഫ്രൂട്ടാണ്. പിന്നീട് അടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ കൂടെ കിസ്മിസ്, സ്വല്പം കിസ്മിസും കൂടെ ഇടാം. ഈ അടിച്ചുകൊണ്ട് വന്ന ഫ്രൂട്ട് വിത്ത് മിൽക്ക്, നന്നായിട്ട് ഇളക്കുക. നല്ല ഹെൽത്തിയാണ് ഈ ഡ്രിങ്ക്. ഇതൊന്ന് 1 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫുഡിൻ്റെ ആവശ്യമില്ല. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, എല്ലാ നട്ട്സും ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു. നൊയമ്പ് രസായം. ഇത് ആവശ്യത്തിന് മധുരമുണ്ട്, കാരണം മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് എല്ലാം ഇട്ടതല്ലേ. പിന്നീട് ചിലപ്പം മധുരം വേണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ വേറെ പഞ്ചസാര അങ്ങനെയൊന്നും ചേർക്കരുത്. 2 സ്പൂൺ തേൻ ഒഴിക്കുക. അപ്പം ഈ ഡ്രിങ്ക് ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് ഈ നൊയമ്പ് കാലത്ത് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം. ഓക്കെ.